ഹലോ എവ്രി വൺ. വിക്ടേഴ്സ് ചാനലിൽ +1 എക്കണോമിക്സ് 12ാമത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണ് എന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യുകയാണ് ഈ ഒരു എപ്പിസോഡിൽ ചെയ്തത്. അതിൽ നമ്മൾ ആദ്യം ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ് ആണ് നോക്കുന്നത്. 5 ഇയർ പ്ലാൻസിൻ്റെ പ്രധാനപ്പെട്ട 4 ഗോൾസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി. ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോണമിയുടെ ഡെവലപ്മെൻ്റ് ആണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. മോഡേണൈസേഷൻ, മോഡേൺ ടെക്നോളജി, ഫാമിങ്ങിലും ഇൻഡസ്ട്രീസിലുമെല്ലാം മോഡേൺ ടെക്നോളജിയുടെ അഡോപ്ഷൻ വഴി മോഡേണൈസേഷൻ നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ഗോൾ. മൂന്നാമത്തെ സെൽഫ് റിലയൻസ്, അതായത് നമ്മുടെ രാജ്യത്തുള്ള റിസോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. അവസാനത്തെ ഇക്വിറ്റി, ഇന്നിക്വാലിറ്റിയുടെ റിഡക്ഷനാണ് ഇക്വിറ്റി എന്നതുകൊണ്ട് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്നിക്വാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ പൗരനും ഈക്വലായിട്ടുള്ള എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, അതുപോലത്തെ പല ബെനിഫിറ്റുകളും ഗ്രോത്ത് കൊണ്ട് ലഭിക്കണം എന്നുള്ളതാണ് ഇക്വിറ്റിയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസിന് ശേഷം നമ്മൾ കണ്ടത് ചേഞ്ചസ് ഇൻ അഗ്രികൾച്ചറിൽ നടപ്പിലാക്കപ്പെട്ടിട്ടുള്ള കുറച്ച് റീഫോംസ് ആയിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലാൻഡ് റീഫോംസും ഗ്രീൻ റെവല്യൂഷനും ആയിരുന്നു. ലാൻഡ് റീഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ലാൻഡ് ഓണേഴ്സിൻ്റെ കയ്യിലുണ്ടായിരുന്ന എക്സസ് ലാൻഡ്, കുറേ ലാൻഡ് ഓരോ ഓണറിൻ്റെ കയ്യിലും ഓരോ ബിഗ് ലാൻഡ് ഓണേഴ്സിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും വലിയ അമൗണ്ടിൽ നിന്ന് ഒരു സീലിംഗ് വെച്ചതിന് ശേഷം ബാക്കി ആ ഒരു സീലിങ്ങിന് മുകളിലുള്ള എല്ലാ ലാൻഡും സർപ്ലസ് ലാൻഡായിട്ട് ഡിക്ലെയർ ചെയ്ത് അത് ടില്ലേഴ്സിന്, ഫാമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ലാൻഡ് റീഫോംസിൽ നമ്മൾ കണ്ടത്. പിന്നീടുണ്ടായിരുന്നത് ഗ്രീൻ റെവല്യൂഷൻ, അതായത് കൂടുതൽ മോഡേണൈസ്ഡ് ടെക്നോളജീസ് യൂസ് ചെയ്ത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ നടത്തുക, അല്ലെങ്കിൽ മോഡേൺ ഫാമിംഗ്. ഇതൊക്കെയാണ് ഗ്രീൻ റെവല്യൂഷൻ. HYV സീഡ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ്, ഇറിഗേഷൻ, ഇതെല്ലാമാണ് ഗ്രീൻ റെവല്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് അഗ്രികൾച്ചറിൽ വന്നിട്ടുള്ള ചേഞ്ചസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചേഞ്ചസ് ഇൻ ഇൻഡസ്ട്രി. ചേഞ്ചസ് ഇൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അതിനകത്ത് ആദ്യം വരുന്നത് IPR 1956 ആണ്. 1956 നടപ്പാക്കപ്പെട്ടിട്ടുള്ള IPR എന്നുള്ളൊരു പോളിസി. അതായത് അതിൽ ഇൻഡസ്ട്രീസിനെ 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ് ഓൺ ചെയ്യുന്ന പബ്ലിക് സെക്ടർ ആയിട്ടുള്ള സ്റ്റേറ്റ് ഓൺ ചെയ്യുന്ന ഇൻഡസ്ട്രീസ്. രണ്ടാമത്തെ പ്രൈവറ്റ് സെക്ടർ ഒരു സപ്ലിമെൻ്ററി റോള്, സ്റ്റേറ്റാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്, പക്ഷേ ആ കൺട്രോൾഡ് ഇൻഡസ്ട്രിയിൽ പ്രൈവറ്റ് സെക്ടറിന് ഒരു സപ്ലിമെൻ്ററി റോള് കൊടുക്കുന്നത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി. മൂന്നാമത്തെ പ്രൈവറ്റ് സെക്ടറിന് കംപ്ലീറ്റ് ആയിട്ട് പ്രൈവറ്റ് സെക്ടറിൻ്റെ അണ്ടറിൽ വരുന്ന ഇൻഡസ്ട്രീസ്. ഇങ്ങനെ 3 IPR 1956 ഇൻഡസ്ട്രീസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു പോളിസി. രണ്ടാമത്തെ ഡെവലപ്മെൻറ്റ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീനെ സംരക്ഷിക്കാനും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീനെ ഉയർത്തിക്കൊണ്ടുവരാനും വേണ്ടി അവർക്ക് കുറച്ച് പോളിസീസൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതായത് ചില ഗുഡ്സ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു റൂൾ വന്നു. അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീന് ചില കൺസെഷൻസ്, അതായത് ചില ടാക്സ് കൺസെഷൻസ്, ഇലക്ട്രിസിറ്റി അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ്, അതുപോലുള്ള ചില കൺസെഷൻസ് എല്ലാം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ലഭിച്ചു തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ കുറേ ചേഞ്ചസ് വന്നപ്പോൾ കുറേ അച്ചീവ്മെൻറ്റ്സ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം നമുക്ക് കാണാൻ സാധിച്ചു. അതായത് GDP, ഇൻഡസ്ട്രി എന്തെല്ലാമാണ് GDPക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്, ആ കോൺട്രിബ്യൂഷൻ വർദ്ധിച്ചു. രണ്ടാമത്തെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് വെർ പ്രൊട്ടക്റ്റഡ്. ഡൊമസ്റ്റിക് ആയിട്ടുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എല്ലാം കുറച്ചുകൂടി പ്രൊട്ടക്റ്റഡ് ആയി. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്തു. നമുക്കറിയാം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് മുമ്പ് വളരെയധികം പിന്നോക്കം നിന്നിരുന്ന ഒരു കാറ്റഗറി ആയിരുന്നു. ആ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തു. ഇൻഡസ്ട്രിയൽ സിസ്റ്റം ഡൈവേഴ്സിഫൈഡ് ഇൻഡസ്ട്രിയൽ സിസ്റ്റം എമർജ് ചെയ്തു. അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ഇൻഡസ്ട്രീസിൻ്റെ റാപ്പിഡ് ഗ്രോത്തും ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു. ഇനി ഇതേ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് കുറേ ഡെഫിഷ്യൻസീസും ഉണ്ടായിട്ടുണ്ട്. ഒന്നാമത്തെ പ്രൊട്ടക്ഷൻ സിസ്റ്റം ലെഡ് ടു ദ എമർജൻസ് ഓഫ് ഡൊമസ്റ്റിക് മോണോപ്പൊളീസ്. നമ്മൾക്ക് നേരത്തെ കണ്ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് മാത്രമായിട്ട് കുറേ സെക്ടേഴ്സ് അല്ലെങ്കിൽ കുറേ പ്രൊഡക്ട്സ് മാറ്റിവെക്കപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ സിസ്റ്റം വന്നതോടുകൂടി കുറേ ഡൊമസ്റ്റിക് മോണോപ്പൊളീസ് എമർജ് ചെയ്തു.
ലൈസൻസിങ് സിസ്റ്റം ഗേവ് ബർത്ത് ടു ദ ഗ്രോത്ത് ഓഫ് ലൈസൻസ് പെർമിറ്റ് രാജ്. എല്ലാ കാര്യങ്ങൾക്കും ലൈസൻസിങ് എന്നുള്ളത് ലൈസൻസ് പെർമിറ്റ് രാജിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. കമാൻഡിങ് ഹൈറ്റ്സ് പോളിസി നെഗ്ലക്റ്റഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രീസ്. അപ്പോൾ കമാൻഡിങ് ഹൈറ്റ്സ് പോളിസി എന്നുള്ള ആ ഒരു പോളിസി പ്രൈവറ്റ് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വളരെയധികം നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കമാൻഡിങ് ഹൈറ്റ്സ് പോളിസി. പബ്ലിക് ഇൻഡസ്ട്രീസ് മേഡ് ഹ്യൂജ് ലോസസ് ഡ്യൂ ടു എൻട്രൻസ് ഇൻ അൺനെസസറി ഫീൽഡ്. ഈ ആവശ്യമില്ലാത്ത ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഫീൽഡ്സിലേക്ക് പബ്ലിക് സെക്ടർ ഗവൺമെൻറ് എല്ലാം ഇറങ്ങിയതോടുകൂടി വളരെയധികം ലോസ് നമ്മുടെ സ്റ്റേറ്റിന് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഡെഫിഷ്യൻസീസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സാധനങ്ങളും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരമായി ഡൊമസ്റ്റിക്കലി ആ ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പ്രൊട്ടക്ഷൻ ഇസ് പ്രാക്ടീസ് ത്രൂ ഇമ്പോസിഷൻ ഓഫ് താരിഫ്സ് ആൻഡ് കോട്ടാസ്. അപ്പോൾ താരിഫ്സ് ആൻഡ് കോട്ടാസ് വഴിയാണ് പ്രൊട്ടക്ഷൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നത്. താരിഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാക്സ്, ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഒരു ടാക്സ് ഉണ്ടാവും. കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ ഇത്രയും അമൗണ്ട് ഓഫ് പ്രൊഡക്ട്സ് മാത്രമേ ഇറക്കുമതി ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതിനൊരു റെസ്ട്രിക്ഷൻ. അങ്ങനെ ഈ രണ്ട് വഴിയിലൂടെയാണ് നമ്മൾ ഈ പ്രൊട്ടക്ഷൻ പ്രാക്ടീസ് ചെയ്ത് വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അസൈൻമെൻറ്റിലേക്ക് കടക്കാം. വളരെ ലോങ് ആയിട്ടുള്ള ഒരു അസൈൻമെൻറ്റ് തന്നെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 7 questions ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പോയിൻ്റ് ഔട്ട് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് IPR 1956. IPR 1956 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യണം. സോ അക്കോർഡിംഗ് ടു ദ കമാൻഡിംഗ് ഹൈറ്റ് പ്രിൻസിപ്പിൾ, ദ കമാൻഡിംഗ് ഹൈറ്റ്സ് ഓഫ് ദി ഇക്കോണമി വിൽ ബി ഓപ്പറേറ്റഡ് ബൈ ദ ഗവൺമെൻറ്. നമ്മുടെ ഈ സ്റ്റീൽ ഇൻഡസ്ട്രി പോലുള്ള കമാൻഡിംഗ് ഹൈറ്റ്സ് ഓഫ് ദി എക്കോണമി എല്ലാം ഗവൺമെൻറ് ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു IPR 1956ൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. ഇറ്റ് ക്ലാസിഫൈഡ് ദി ഇൻഡസ്ട്രീസ് ഇൻ ടു 3. നമ്മൾ നേരത്തെ നോക്കി 3 ഇൻഡസ്ട്രീസിനെ ഡിവൈഡ് ചെയ്തു. 1 എക്സ്ക്ലൂസീവ്ലി ഓൺ ബൈ ദ ഗവൺമെൻറ്, 2 ഇൻഡസ്ട്രീസ് വിത്ത് ദ പ്രൈവറ്റ് സെക്ടർ കോ എക്സിസ്റ്റ് വിത്ത് ദ പബ്ലിക് സെക്ടർ ബട്ട് ആസ് എ സപ്ലിമെൻ്ററി റോൾ, പ്രൈവറ്റ് ഇൻഡസ്ട്രീസ് ഓൺഡ് ബൈ ഇൻഡിവിജ്വൽസ് ബട്ട് കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ ഗവൺമെൻറ്. ഇങ്ങനെ 3 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. The control was exercised through licensing to promote balanced regional growth by setting up industries in backward regions. Licenses were also required for expansion and diversification into new areas. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അതായത് ലൈസൻസിങ് വന്നു, അത് റീജിയണൽ ഗ്രോത്തിനെ ബാലൻസ് ചെയ്യാനായിരുന്നു. അല്ലെങ്കിൽ ഒരു ഏരിയ ബാക്ക്വേർഡ് ആണെങ്കിൽ ആ ഏരിയ ഡെവലപ്പ് ആവില്ല, മറ്റെല്ലാ ഏരിയാസും ഡെവലപ്പ് ആവും. അങ്ങനെയുള്ളൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കാനും ഒരു ബാലൻസ് റീജിയണൽ ഗ്രോത്ത് എല്ലാ ഏരിയാസും ഒരേപോലെ ഡെവലപ്പ് ആവാനും വേണ്ടിയായിരുന്നു ഈ ഒരു പോളിസി വന്നിരുന്നത്. ആൻഡ് ലൈസൻസും ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. ഇനി നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ട് തോന്നുന്ന പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ലിസ്റ്റ് ഔട്ട് എനി 4 effects which the miracle seeds created in Indian agriculture. മിറക്കൽ സീഡ്സ് എന്ന് പറയുന്നത് HYV സീഡ്സ് ആണ്. അപ്പോൾ HYV സീഡ്സ് ഇന്ത്യൻ അഗ്രികൾച്ചറിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്? അപ്പോൾ HYV സീഡ്സ് വന്നതുകൊണ്ട് തന്നെ ഗ്രീൻ റെവല്യൂഷൻ എന്ന ആ ഒരു പോളിസിയുടെ ഭാഗമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് HYV സീഡ്സ്. സോ നമുക്കറിയാം സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ് ഗ്രെയിൻ. ഇന്ത്യ ബിക്കം സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ് ഗ്രെയിൻ. ഫുഡ് ഗ്രെയിൻ്റെ കാര്യത്തിൽ നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആയി. ഇൻക്രീസ് മാർക്കറ്റഡ് സർപ്ലസ്, അതായത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന സർപ്ലസ്. ഒരു ഫാർമർ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കി വരുന്ന ഗ്രെയിൻസ് മാർക്കറ്റ് ചെയ്യും. ആ ഒരു പോർഷനെയാണ് നമ്മൾ മാർക്കറ്റഡ് സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മാർക്കറ്റഡ് സർപ്ലസ് വർദ്ധിച്ചു. നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട്സ് അല്ലെങ്കിൽ ഫുഡ് എയ്ഡ് കൊണ്ടുവരുന്നത് കുറച്ചു. ബഫർ സ്റ്റോക്ക്, ഫുഡ് ഗ്രെയിൻസിൻ്റെ ബഫർ സ്റ്റോക്ക് ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിനെ എനേബിൾ ചെയ്തു. അപ്പോൾ ഒരു ഫുഡ് ഷോർട്ടേജ് വരുമ്പോൾ ആ ഒരു ഫുഡ് ഗ്രെയിൻസ് യൂസ് ചെയ്യാൻ ഗവൺമെൻറ്റിനെ എനേബിൾ ചെയ്തു. ഇതേപോലെ തന്നെ ഒരു ഡെഫിഷ്യൻസി HYV സീഡ്സിനുണ്ട്. അതായത് കൂടുതൽ ഇൻസെക്ട്സിനും പെസ്റ്റ്സിനും അല്ലെങ്കിൽ ഡിസീസസിനൊക്കെ HYV സീഡ്സ് മോർ പ്രോൺ ആണ് അല്ലെങ്കിൽ മോർ ഓപ്പൺ ആണ്. അപ്പോൾ ആ ഒരു ഡെഫിഷ്യൻസി HYV സീഡ്സിന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് ആ ഒരു ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാൻ പോവാണ്. The stagnation of agriculture during colonial period permanently broke by the Green Revolution. കൊളോണിയൽ പീരിയഡിൽ നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നു വളരെയധികം അഗ്രികൾച്ചർ സ്റ്റാഗ്നേഷൻ നേരിട്ടിരുന്നു. അപ്പോൾ ആ സ്റ്റാഗ്നേഷൻ ഗ്രീൻ റെവല്യൂഷൻ കാരണം പെർമനൻ്റ്ലി ബ്രോക്കണായി അല്ലെങ്കിൽ ബ്രോക്കായി എന്നുള്ളതാണ് നമ്മളിവിടെ ആ ഒരു സെൻറ്റൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് വേണ്ടത്.
So we can see the Green Revolution have brought significant changes in Indian agriculture. The Green Revolution have raised the standard of living of Indian population. The spread of Green Revolution technology enabled India to achieve self-sufficiency in food grains. It helped to increase the marketed surplus, which improved condition of farmers. The government started creating buffer stock to be used in the time of food shortage. അതായത് നമ്മൾ നേരത്തെ കണ്ട ബെനിഫിറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആൻസറിൽ എലാബറേറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും പോയിൻറ്റ്സാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ട് തോന്നുന്ന പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. എക്സ്പ്ലെയിൻ ദ പോളിസി മെഷേഴ്സ് ഓഫ് ലാൻഡ് റിഫോംസ്, ക്രിട്ടിക്കലി എക്സാമിൻ ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ. ലാൻഡ് റീഫോംസിൻ്റെ പോളിസി മെഷേഴ്സ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ ക്രിട്ടിക്കൽ എക്സാം ചെയ്യാം. അതായത് ലാൻഡ് റീഫോംസ് എന്തൊക്കെയായിരുന്നു അതിനകത്ത് ആദ്യം പോളിസി ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ജമീന്ദാർസിനെ അബോളിഷ് ചെയ്യുക, ഇൻ്റർമീഡിയറീസിനെ അബോളിഷ് ചെയ്യുക, ലാൻഡ് ടു ദ ടില്ലർ, ഫാമേഴ്സിന് ലാൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പിന്നെ ഫിക്സിങ് സീലിംഗ് ഓൺ അഗ്രികൾച്ചറൽ ഹോൾഡിങ്സ്, അഗ്രികൾച്ചറൽ ഹോൾഡിങ്സിൻ്റെ സീലിംഗ് ഫിക്സ് ചെയ്യുക, ഡിക്ലെയറിങ് ലാൻഡ് അബവ് സീലിംഗ് ആസ് സർപ്ലസ് ലാൻഡ്, ആ ഒരു സീലിങ്ങിൻ്റെ അബവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള ലാൻഡ് എല്ലാം സർപ്ലസ് ലാൻഡായിട്ട് ഡിക്ലെയർ ചെയ്യുക, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് ലാൻഡ് അമംഗ് ദ ലാൻഡ്ലെസ്, ആ ഒരു സർപ്ലസ് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ലാൻഡ് എല്ലാം ലാൻഡ്ലെസ് ആയിട്ടുള്ള ഫാമേഴ്സിന് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയായിരുന്നു അതിനകത്തുണ്ടായിരുന്ന ലാൻഡ് റീഫോംസിൻ്റെ പോളിസി മെഷേഴ്സ്. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇനി നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വളരെ ഡിഫിക്കൾട്ടായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. It created 200 lakh owners, tenants, 200 lakh tenants owners of land. 200 lakh ഓണേഴ്സ് ആണ് പിന്നെ ആ ഒരു ഇൻ്റർമീഡിയറീസിനെ അബോളിഷ് ചെയ്തോടെ 200 lakh tenants ആണ് ഓണേഴ്സ് ഓഫ് ലാൻഡ് ആയിട്ട് വന്നത്. രണ്ടാമത്തെ ആ ഒരു ലോയിൽ അല്ലെങ്കിൽ ആ ഒരു പോളിസിയിൽ കുറച്ച് ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നത് ലാൻഡ് ലോഡ്സ് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ യൂസ് ചെയ്യുകയും അത് വെച്ച് ലാൻഡിൻ്റെ ഓണർഷിപ്പ് ക്ലെയിം ചെയ്യുകയും ചെയ്തു. മൂന്നാമത്തെ, ചില ബിഗ് ലാൻഡ് ലോഡ്സ് കോർട്ടിൽ ലോനെ ചലഞ്ച് ചെയ്തു. ആൻഡ് അത് ചലഞ്ച് ചെയ്തതോടുകൂടി ആ ഒരു പോളിസിയുടെ ഇംപ്ലിമെൻറ്റേഷൻ ലേറ്റായി, ഡിലേ ചെയ്തു. അപ്പോൾ അങ്ങനെ ഡിലേ ആയപ്പോഴേക്കും ആ ഒരു ലാൻഡ് ലോഡ്സ് എല്ലാം അവരുടെ റിലേറ്റീവ്സിൻ്റെ നെയിമിലേക്ക് ആ ഒരു ലാൻഡ് രജിസ്റ്റർ ചെയ്യുകയും അങ്ങനെ അവർ ആ ഒരു പ്രോബ്ലം, ആ ഒരു പോളിസിയെ മറികടക്കുകയും ചെയ്തു. ഇതാണ് മൂന്നാമത്തെ ഡെഫിഷ്യൻസി. ഇനി നാലാമത്തെ ഡെഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ, ഇൻ സം പ്ലേസസ്, ചില സ്ഥലങ്ങളിൽ ഈ ഒരു പോളിസി നടപ്പാക്കപ്പെട്ടു. ലൈക്ക് കേരള, വെസ്റ്റ് ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് നടപ്പാക്കപ്പെട്ടു. പക്ഷേ അവിടെയെല്ലാം മാർജിനലൈസ്ഡ് സെക്ഷൻസിന്, അതായത് SC ST പോലുള്ള മാർജിനലൈസ്ഡ് സെക്ഷൻസിന് അവർക്ക് ലാൻഡ് റീഫോംസ് കൊണ്ട് ബെനിഫിറ്റ്സ് ഒന്നും ലഭിച്ചില്ല. അതുപോലെ തന്നെ ഈ ഒരു ജമീന്ദാർസിൻ്റെ അബോളിഷനും അതുപോലെ തന്നെ ഈ ലാൻഡ് ഡിസ്ട്രിബ്യൂഷനെല്ലാം വളരെയധികം ഒരു ഡിസ്റ്റർബൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് അതിനെ റീസ്ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ്റെ സമയത്ത് നടന്ന ഡിഫിക്കൽട്ടീസിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ലിസ്റ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് റിക്വയർ ലെസ് ക്യാപിറ്റൽ. കുറവ് ക്യാപിറ്റൽ മാത്രമേ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ആവശ്യമുള്ളൂ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ ലേബർ ഇൻറ്റൻസീവ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. സോ ദേ ക്രിയേറ്റ് മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. കാരണം വളരെയധികം മെഷീനറി ഒന്നും ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യാൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ സാധിക്കില്ല. അപ്പോൾ കൂടുതൽ ലേബർ ഇൻറ്റൻസീവായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അത് ക്രിയേറ്റ് ചെയ്തിരുന്നു. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് യൂസ് ലോക്കൽ ഓർ ഡൊമസ്റ്റിക് റിസോഴ്സസ് ആസ് റോ മെറ്റീരിയൽസ്. ദേ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ഇമ്പോർട്ട് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ഒന്നും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർ ഡൊമസ്റ്റിക് ആയിട്ടും ലോക്കലായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസോഴ്സസ് ആയിരുന്നു മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഹെൽപ്പ് ഇൻ വില്ലേജ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നമുക്കറിയാം മെയിൻലി വില്ലേജ് ബേസ്ഡ് ആയിരിക്കും. അപ്പം അങ്ങനെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വന്നു കഴിഞ്ഞാൽ അവിടെ കുറേ എംപ്ലോയ്മെൻറ്റ് ലഭിക്കുകയും അതിലൂടെ വില്ലേജിൻ്റെ ഡെവലപ്മെൻറ്റിലേക്കും വെൽഫെയറിലേക്കെല്ലാം അത് നയിക്കുകയും ചെയ്യുന്നു. പിന്നെ വരുന്നത് ദേ ആർ എക്കോ ഫ്രണ്ട്ലി. ദേ ഡു നോട്ട് ഹാം ദി എൻവയോൺമെൻറ്റ്. എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ഷൻ ആയിരിക്കും. കാരണം മെഷീനറീസ് ഒന്നും അധികം യൂസ് ചെയ്യുന്നില്ല, ലേബർ ഇൻറ്റൻസീവ് ആണ്. അപ്പോൾ അധികം പൊല്യൂട്ട് ചെയ്യുന്ന രീതിയിലൊന്നുമില്ല. ദേ ആർ എക്കോ ഫ്രണ്ട്ലി ആൻഡ് എൻവയോൺമെൻറ്റിനെ ഹാം ചെയ്യുന്നില്ല.
They use agricultural product as raw materials, thereby helping development of the agricultural sector. അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ആണ് റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് അത് വളരെയധികം പ്രയോജനപ്പെടുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവാലുവേറ്റ് ദ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഡ്രോബാക്സ് ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റ്സും അതുപോലെ തന്നെ ഡ്രോബാക്സും നമ്മൾ ലിസ്റ്റ് ചെയ്യണം. സോ ബെനിഫിറ്റ്സ് ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്: ഇൻഡസ്ട്രിയൽ സെക്ടറിന് GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ വർദ്ധിച്ചു. ഹൈലി ഡൈവേഴ്സിഫൈഡ് ഇൻഡസ്ട്രിയൽ സെക്ടറായി. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ക്രിയേറ്റഡ് മെനി ഓൺട്രപ്രണേഴ്സ്. വളരെയധികം സ്മോൾ സ്കെയിൽ സെക്ടർ മുന്നോട്ട് വരികയും അതിൽ കുറേ ഓൺട്രപ്രണേഴ്സിനെയും അതുപോലെ തന്നെ ജോബ്സും ക്രിയേറ്റ് ചെയ്യും, എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഇൻഡിജിനസ് ഇൻഡസ്ട്രീസിൻ്റെ ഗ്രോത്തും അതിലൂടെ, അതായത് പ്രൊട്ടക്ഷനിലൂടെ സാധ്യമായി. അതായത് നമ്മുടെ ഇന്ത്യൻ ലോക്കൽ ഇൻഡസ്ട്രീസിൻ്റെ ഗ്രോത്ത് സാധ്യമായി. ഇനി നമുക്ക് ബെനിഫിറ്റ്സ് നമ്മൾ നോക്കി, ഇനി നമുക്ക് ഡെഫിഷ്യൻസീസ് നോക്കാം. The system of licensing created license permit Raj. It created huge bureaucracy characterized by corruption. ലൈസൻസ് പെർമിറ്റ് രാജ് വന്നതോടുകൂടി തന്നെ വളരെയധികം ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിലേഡ് കറപ്റ്റഡ് സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ വന്നത്. ബ്യൂറോക്രസി വാസ് കറപ്റ്റഡ് ഡ്യൂ ടു ലൈസൻസ് പെർമിറ്റ് രാജ്. പബ്ലിക് സെക്ടർ ഇൻ മെനി കേസസ് ഇൻകേർഡ് ഹ്യൂജ് ലോസസ്. ആബ്സെൻസ് ഓഫ് കോമ്പറ്റീഷൻ ലെഡ് ടു ഇൻഎഫിഷ്യൻസി ഇൻ മാനേജ്മെൻറ്റ്. നമ്മൾ കണ്ടു പബ്ലിക് സെക്ടേഴ്സ് ആവശ്യമില്ലാത്ത കുറേ ഏരിയയിലേക്ക് എൻ്റർ ചെയ്യുകയും അവിടെ കുറേ ലോസ് അവർ ഫേസ് ചെയ്യുകയും ചെയ്തു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു കോമ്പറ്റീഷൻ, ഒരു പ്രൈവറ്റ് സെക്ടർ ഫേം ആണെങ്കിൽ അതേ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രൈവറ്റ് സെക്ടറായിട്ട് വളരെയധികം കോമ്പറ്റീഷൻ ഉണ്ടാകും. പക്ഷെ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ്റെ ആബ്സെൻസ് ഒരു മാനേജ്മെൻറ്റ് ഇൻഎഫിഷ്യൻസിയിലേക്കാണ് ലീഡ് ചെയ്തത്. റിസർവേഷൻ ഫോർ പബ്ലിക് സെക്ടർ ക്രിയേറ്റഡ് പബ്ലിക് സെക്ടർ മോണോപ്പൊളി. പബ്ലിക് സെക്ടറിനുള്ള റിസർവേഷൻ പബ്ലിക് സെക്ടറിനെ വളരെയധികം പവർഫുള്ളാക്കി. എഫിഷ്യൻറ്റ് പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് വെർ നോട്ട് അലൗഡ് ടു എൻറ്റർ ഇൻ ടു റിസർവ്ഡ് ഏരിയാസ്. ഈ ഒരു റിസർവ്ഡ് ഏരിയാസിലേക്ക് ഈ പ്രൈവറ്റ് സെക്ടർ, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് സെക്ടർ കമ്പനീസിനൊന്നും എൻ്റർ ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പല കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഇത് ഹാം ചെയ്യുന്നുണ്ടായിരുന്നു. Protection through high import duties created inefficient units. Protection was not withdrawn after some time. നമുക്കറിയാം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനും പബ്ലിക് സെക്ടറിനെയും ഇൻഡിജിനസ് ഇൻഡസ്ട്രീസിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഹൈ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ആയിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു പ്രൊട്ടക്ഷൻ കുറേ കാലത്തിന് ശേഷവും വിഡ്രോ ചെയ്തില്ല. അത് വളരെയധികം ഒരു എഫക്റ്റ് നമ്മുടെ എക്കോണമിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. Industrial policy, instead of regulating industry, restricted private initiative and enterprise. Industrial policy ഇൻഡസ്ട്രീനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് പകരം പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ്സിനെയും എൻ്റർപ്രൈസസിനെയും എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. റെഗുലേറ്റ് അല്ല, റെസ്ട്രിക്ഷൻ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നിങ്ങൾ ഇവാലുവേറ്റ് ദ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഡ്രോബാക്സ് ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് എന്ന ആ ഒരു ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ എഫക്ട്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. ഗ്രീൻ റെവല്യൂഷൻ്റെ ഇന്ത്യയിലുണ്ടായിരുന്ന എഫക്ട്സ്, അത് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ ഡ്രോബാക്സും നമ്മൾ എഴുതണം. അപ്പോൾ ബെനിഫിറ്റ്സിൽ ഇന്ത്യ ബിക്കേം സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ് ഗ്രെയിൻസ്, ഇൻക്രീസ്ഡ് മാർക്കറ്റഡ് സർപ്ലസ്, റെഡ്യൂസ്ഡ് ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ട് ആൻഡ് ഫുഡ് എയ്ഡ്, prices of food grains benefiting poor people, reduced prices of food grain benefiting poor people, enable the government to create buffer stock of food grains to be used during times of food shortage, enable distribution of food grains to the poor through public distribution system. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് ആണുള്ളത്. അതായത് ഫുഡ് ഗ്രെയിൻസിൽ ഇന്ത്യ സെൽഫ് സഫിഷ്യൻ്റായി, ഫാമേഴ്സിൻ്റെ ആവശ്യത്തിന് ശേഷം അവർ മാർക്കറ്റ് ചെയ്യുന്ന മാർക്കറ്റഡ് സർപ്ലസ് വർദ്ധിച്ചു. മാർക്കറ്റഡ് സർപ്ലസ് വർദ്ധിച്ചതോടുകൂടി തന്നെ നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇമ്പോർട്ട്സ് ഫുഡ് എയ്ഡ് വരുത്തുന്നതെല്ലാം നിർത്തി. അതുകൊണ്ട് മാർക്കറ്റഡ് സർപ്ലസ് കൂടുതലായതുകൊണ്ട് തന്നെ ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൈസസ് വളരെയധികം കുറയുകയും പുവർ പീപ്പിളിന് ഇത് വളരെയധികം ബെനിഫിറ്റ് ആവുകയും ചെയ്തു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ബഫർ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അത് ഫുഡ് ഷോർട്ടേജിൻ്റെ സമയത്ത് ഉപയോഗിക്കാൻ അവരെ കൂടുതൽ ബഫർ സ്റ്റോക്ക് ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചു. അതുപോലെ തന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നമ്മുടെ ഈ റേഷൻ ഷോപ്സൊക്കെ പോലുള്ള പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസിലൂടെ പുവർ പീപ്പിളിന് വളരെ ലോ ആയിട്ടുള്ളൊരു പ്രൈസിൽ
ഫുഡ് ഗ്രെയിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഗ്രീൻ റെവല്യൂഷനിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് എഴുതേണ്ടത്. ഇനി നമുക്ക് ഡെഫിഷ്യൻസീസ് നോക്കാം. Deficiencies of green revolution. It increased disparities between rich and poor farmers. It benefited rich farmers more. The HYV crops were prone to attack from insects and pests. High doses of chemical fertilizers, pesticides and insecticides poisoned the soil. The first phase of green revolution was mainly a wheat revolution. Increased use of machinery caused unemployment. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡെഫിഷ്യൻസീസ് ആയിട്ട് എഴുതേണ്ടത്. അതായത് റിച്ച് ആൻഡ് പുവർ ഫാമേഴ്സ് തമ്മിലുള്ള ദൂരം വർദ്ധിച്ചു. കാരണം ഗ്രീൻ റെവല്യൂഷൻ അല്ലെങ്കിൽ മോഡേൺ ഫാമിംഗ് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ഫാമിംഗ് ആയിരുന്നു. അപ്പോൾ റിച്ച് ഫാമേഴ്സിനായിരുന്നു കൂടുതൽ ബെനിഫിറ്റ്സ് ലഭിച്ചത്. പുവർ ഫാമേഴ്സ് അധികം ബെനിഫിറ്റ്സ് ലഭിച്ചിരുന്നില്ല. പിന്നീട് വരുന്നത് HYV ക്രോപ്സ് അല്ലെങ്കിൽ HYV സീഡ്സ് എന്ന് വരുന്ന ക്രോപ്സ് എല്ലാം വളരെയധികം ഇൻസെക്ട്സ് ആൻഡ് പെസ്റ്റിൻ്റെ ഒരു ഡിസീസ് പ്രോൺ ക്രോപ്സ് ആയിരുന്നു എല്ലാം. അത് വളരെ അധികം പ്രോബ്ലമാറ്റിക് ആയിരുന്നു. പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ, പെസ്റ്റിസൈഡ്സിൻ്റെ, ഇൻസെക്ടിസൈഡ്സിൻ്റെ ഒക്കെ ഹൈ ഡോസസ്, നമ്മളിപ്പോൾ പറഞ്ഞു HYV ക്രോപ്സ് ഇൻസെക്ട്സിനെയും പെസ്റ്റിനെയും ഒക്കെ വളരെയധികം അറ്റാക്ക് പ്രോൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനെയും പെസ്റ്റിസൈഡ്സിനും ഇൻസെക്ടിസൈഡ്സിൻ്റെ ഒക്കെ വളരെ വലിയൊരു ഹൈ ഡോസ് ആവശ്യം വന്നിരുന്നു. ആ ഒരു ഹൈ ഡോസസ് സോയിലിനെ പോയ്സൺ ചെയ്തു. ഗ്രീൻ റെവല്യൂഷൻ ആദ്യത്തെ ഒരു ഫേസിൽ വീറ്റ് റെവല്യൂഷനായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത്, ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടിരുന്നത്. കാരണം വീറ്റ് പ്രൊഡക്ഷൻ മാത്രമായിരുന്നു ഗ്രീൻ റെവല്യൂഷനിൽ നടന്നിരുന്നത്. പിന്നെ വരുന്നത് മിഷനറിയുടെ അധികമായിട്ടുള്ള ആധിക്യം. മിഷനറീസ് ആയിരുന്നു ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് വളരെയധികം അഗ്രികൾച്ചറൽ സെക്ടറിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് നിങ്ങൾക്ക് ഡെഫിഷ്യൻസീസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എഴുതാൻ സാധിക്കുന്നത്. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നോട്ട്സും അസൈൻമെൻറ്റ്സും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് റിംഗ് ദ നോട്ടിഫിക്കേഷൻ ബെൽ. സീ ഓൾ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.